ക്യാമറക്ക് വേണ്ടി വെച്ച ലൈറ്റാന്ന് തോന്നുന്നു അല്ലേ? ക്യാമറക്ക് വേണ്ടി വെച്ച ലൈറ്റാന്ന് തോന്നുന്നു. നമുക്ക് ആരംഭിക്കാം അല്ലേ? നമ്മുടെ സംസ്ഥാനം ഒരു നിർണായക വഴിത്തിരിവിൽ നിൽക്കുന്ന ഘട്ടമാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കേരളം കൈവരിച്ച മാറ്റങ്ങളുണ്ട്. ഇതൊരു യാദൃശ്ചികമായി ഉണ്ടായതല്ല എന്നതാണ് ആദ്യം കാണേണ്ടത്. ഇവിടെ നയങ്ങൾക്ക് എപ്പോഴും പ്രാധാന്യമുണ്ട്. അത് ദീർഘദർശിത്വമുള്ള നയങ്ങൾ, അതേപോലെ തന്നെ ആ നയങ്ങളുടെ കൃത്യമായ പ്രയോഗം, അതോടൊപ്പം ജനകീയ പ്രതിബദ്ധത, ഇതെല്ലാം ഒത്തുചേർന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് വലിയ മാറ്റങ്ങൾ കൈവരിക്കാനായി. ഇപ്പോൾ പ്രഖ്യാപനങ്ങൾ നടത്തൽ എളുപ്പമാണ്, പക്ഷേ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കലാണ് ആവശ്യം. ഈ പതിറ്റാണ്ടിലെ അനുഭവം എടുത്താൽ അപ്പോൾ ആ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അത്തരം പദ്ധതികളുടെ ഫലങ്ങൾ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇത് കേരളത്തിൻ്റെ അനുഭവത്തിൽ ഒരു പുതിയ ശൈലിയായിരുന്നു. ആ ശൈലിയാണ് ഞങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചത്. നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വല്ലാത്ത മരവിപ്പും മാന്ദ്യവും നിലനിന്നിരുന്നുവെന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യം. അതേപോലെ തന്നെ നിക്ഷേപങ്ങളില്ലാത്ത സാഹചര്യവും കേരളത്തിലുണ്ടായിരുന്നു. പദ്ധതികൾ വല്ലാതെ ഇഴഞ്ഞു നീങ്ങുന്ന നിലയായിരുന്നു. ഇതെല്ലാം കേരളത്തിൻ്റെ പുരോഗതിക്ക്, മുന്നേറ്റത്തിന് വലിയ വെല്ലുവിളികളാണ് ഉണ്ടാക്കിയത്. ഇത്തരം കാര്യങ്ങളിൽ വന്ന മാറ്റം ഇന്നെല്ലാവരും കാണുകയുള്ളതാണ്. ഇപ്പോൾ ദേശീയപാത വികസനം, തുറമുഖ വികസനം, നമ്മുടെ സംസ്ഥാനത്തെ ഗതാഗത സൗകര്യങ്ങളുടെ വിപുലീകരണം, അതോടൊപ്പം വ്യാവസായിക രംഗത്തെ വളർച്ച, IT മേഖലയിലെ വികസനം, ഡിജിറ്റൽ സേവനങ്ങളുടെ വ്യാപനം, ഇവയിലൂടെയൊക്കെ കേരളം ഒരു പുതിയ സാമ്പത്തിക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പഴയ അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായി മാറ്റം കുറിക്കാനായിരിക്കും. ഈ മാറ്റങ്ങൾ കണക്കുകളിൽ മാത്രം കാണുന്ന ഒന്നല്ല. ജനങ്ങളുടെ ദൈനംദിന ജീവിതം, ആ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളായാണ് പ്രകടമാകുന്നത്.
എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം വികസന രംഗത്തുള്ള കുതിപ്പ് ഇതിൽ നമ്മൾ കാണുന്നത് ജനക്ഷേമത്തെ വിട്ടുകൊണ്ടല്ല, പൊതുവായ ഒട്ടേറെ കാര്യങ്ങൾ ജനക്ഷേമം മുൻനിർത്തിക്കൊണ്ട് നടപ്പാക്കാൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുന്നത് തകർന്നു പോകുന്നുവെന്ന് ഭയപ്പാടോടെ കണ്ടൊരു രംഗമായിരുന്നു. പക്ഷേ വലിയ നവീകരണം, അതേപോലെ തന്നെ പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ ശാക്തീകരണം, നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ വ്യാപനം, ഇവയിലൂടെയൊക്കെ നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കാനായി ഇപ്പോൾ വികസനവും ക്ഷേമവും പരസ്പര വിരുദ്ധമല്ല, പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങളാണ് എന്ന് നമുക്ക് വീണ്ടും തെളിയിക്കാനായി എന്നതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക മുന്നേറ്റ ഘട്ടത്തിലേക്ക് നാം കടക്കുകയാണ്. ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ, സാമൂഹ്യ അടിത്തറ, ഇവയെല്ലാം ചേർന്നാലാണ് നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാനാവും. ആ അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കുക. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ നമ്മുടെ യുവതലമുറയാണ്. നമ്മുടെ യുവാക്കള് കൂടുതൽ നല്ല അവസരങ്ങൾ തേടി പുറത്തേക്ക് പോകേണ്ടി വരാറുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് ലോകോത്തര അവസരങ്ങൾ സ്വന്തം നാട്ടിൽ തന്നെ സൃഷ്ടിക്കുന്ന ഘട്ടത്തിലേക്കാണ് നാം കടക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്തരം ഒരു ഘട്ടത്തിലേക്ക് യുവതലമുറയും മാറുകയാണ്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും നല്ല നൈപുണ്യവും അതിനനുസരിച്ചുള്ള തൊഴിൽ സാധ്യതകൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉയർന്നു വരാൻ പോവുകയാണ്. ഇവിടെ പുതിയ സാങ്കേതിക വിദ്യകളും സ്റ്റാർട്ടപ്പ് സാധ്യതകളും ആഗോള നിക്ഷേപങ്ങളും എല്ലാം യഥാർത്ഥത്തിൽ യുവതലമുറയാണ് ലക്ഷ്യമിടുന്നത്. വിദ്യാഭ്യാസം മുതൽ തൊഴിൽ സൃഷ്ടി വരെ സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ ഇടപെടലുകളും നമ്മുടെ യുവതയുടെ കഴിവുകൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കാനാണ് ലക്ഷ്യമിടുന്നത്. യുവാക്കളുടെ സ്വപ്നങ്ങൾ, ഈ നാടിൻ്റെ വളർച്ച, ഇത് തമ്മിലുള്ള ബന്ധം, യുവാക്കളുടെ സ്വപ്നവും നാടിൻ്റെ വളർച്ചയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്ന ഒരു പുതിയ സാഹചര്യം രൂപപ്പെടുകയാണ്. നമ്മൾ ഇതുവരെ കൈവരിച്ച നേട്ടങ്ങൾ നല്ല ആത്മവിശ്വാസമാണ് നമുക്ക് നൽകുന്നത്. വരാനിരിക്കുന്ന വർഷങ്ങൾ കേരളത്തിനായി കൂടുതൽ സാധ്യതകളുടെ വാതിൽ തുറക്കുന്നതാണ്. ഈ മുന്നേറ്റം നിലനിർത്താൻ, ഇത് കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കാൻ തുടർച്ചയും സ്ഥിരതയും ആവശ്യമാണ്. ദീർഘകാല പദ്ധതികൾ
പൂർത്തിയാക്കണം. നിക്ഷേപകരുടെ വിശ്വാസം നിലനിൽക്കണം. വികസനത്തിൻ്റെ വേഗത വർദ്ധിക്കണം. ഇതിനെല്ലാം ഭരണസ്ഥിരത നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാത്രം കാണേണ്ട ഒരു കാര്യമല്ല. കേരളം കൈവരിച്ച പുരോഗതിയെ കൂടുതൽ ശക്തിപ്പെടുത്തണോ, അല്ല അതിന് ഇടവേള വേണോ? ഇത് സംബന്ധിച്ചുള്ള ഒരു സാമൂഹിക തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. സമഗ്രമായ വികസനം, സാമൂഹിക നീതി സംബന്ധിച്ച കൃത്യമായ കാഴ്ചപ്പാട്, സാമ്പത്തിക ശക്തി, ഇവയുടെ സമന്വയത്തിലൂടെ മുന്നേറുന്ന ഒരു കേരളമാണ് നാം ലക്ഷ്യമിടുന്നത്. ജനങ്ങളുടെ വിശ്വാസവും സഹകരണവും തന്നെയാണ് ഈ യാത്രയുടെ കരുത്ത്. ആ വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്തി യുവജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകുന്ന എല്ലാ വിഭാഗങ്ങൾക്കും അവസരവും സുരക്ഷയും ഉറപ്പാക്കുന്ന ഒരു കേരളം നിർമ്മിക്കാനുള്ള ആത്മവിശ്വാസത്തോടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. ഇവിടെ സംസാരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ലയാണ് മലപ്പുറം. പ്രവാസികളെ LDF സർക്കാരുകൾ സ്ഥിരമായി പിന്തുണക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ പ്രവാസി വിരുദ്ധമായ നിലപാടുകൾ UDF സ്വീകരിക്കുന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. പ്രവാസികളെ രാജ്യത്താദ്യമായി ക്ഷേമ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് 1996 LDF സർക്കാരാണ്. ആ ഘട്ടത്തിലാണ് നോർക്കയും രൂപീകൃതമാകുന്നത്. 2009 പ്രവാസി ക്ഷേമ ബോർഡും നിലവിൽ വന്നു. 2009-2011 കാലത്ത് ക്ഷേമനിധിയിൽ 1,10,000 പേരാണ് അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 7,90,000 ആളുകൾ അംഗങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ഇവിടെ LDF സർക്കാരിൻ്റെ മുൻകൈയിൽ രൂപീകരിച്ച ലോ കേരള സഭ അത് പ്രവാസി കൂട്ടായ്മയുടെ ഒരു പൊതുവേദിയായി മാറുകയുണ്ടായി. ഇതിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോർക്ക കെയർ, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, പ്രവാസി മിഷൻ എല്ലാം നടപ്പാക്കിയത്. നോർക്ക ID ഉള്ള പ്രവാസികൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്, 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന സമഗ്രമായ പദ്ധതിയാണ് നോർക്ക കെയർ. അതോടൊപ്പം തിരികെ എത്തുന്ന പ്രവാസികളുടെ സാമ്പത്തിക പുനരധിവാസത്തിനും സംരംഭകത്വ പ്രോത്സാഹനത്തിനുമായി പ്രവാസി മിഷൻ രൂപീകരിച്ചു. സാന്ത്വനം പദ്ധതിയിലൂടെ 2016 മുതൽ 35,580 കുടുംബങ്ങൾക്ക് 212 കോടി രൂപ ധനസഹായം നൽകാനായി. ND പ്രേം ഈ പദ്ധതി വഴി 7,800 സംരംഭങ്ങൾ ആരംഭിക്കാൻ സഹായിച്ചു. അതോടൊപ്പം
106,38 രൂപ ഇതിൽ വിനിയോഗിക്കുകയും ചെയ്തു. കോവിഡ് ശേഷം ആരംഭിച്ച പ്രവാസി ഭദ്രതാ പദ്ധതി 13,906 പേർക്ക് സ്വയം തൊഴിലാരംഭിക്കാൻ 118,92,00,000 രൂപ അനുവദിച്ചു. നോർക്ക റൂട്ട്സ് വഴി 3,833 നിയമനങ്ങൾ നടന്നു. 2021 ഏപ്രിൽ മുതൽ 2,378 യുവ പ്രൊഫഷണലുകൾക്ക് വിദേശ തൊഴിൽ ലഭിച്ചു. നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ UK, വെയിൽസ്, ജർമ്മനി ഇവിടങ്ങളിലേക്കെല്ലാം സുരക്ഷിത കുടിയേറ്റം വ്യാപിപ്പിക്കാനായി. ജർമ്മൻ ട്രിപ്പിൾ വിൻ പദ്ധതിയിലൂടെ നേഴ്സുമാർ 625-ലധികം നേഴ്സുമാരെ നിയമിക്കുകയുണ്ടായി. അതോടൊപ്പം 2016 മുതൽ 2025 വരെ 68,356 പ്രവാസികൾക്ക് 739 കോടി രൂപ പെൻഷൻ നൽകിയിട്ടുണ്ട്. ID കാർഡുകൾ 7,53,000 പേർക്ക് നൽകിക്കഴിഞ്ഞു. 76 പേർക്ക് 2 കോടിയോളം രൂപ ക്ലെയിം തുക അനുവദിച്ചിട്ടുണ്ട്. 1,657 വിദ്യാർത്ഥികൾക്ക് 3 കോടിയോളം രൂപ സ്കോളർഷിപ്പ് നൽകിയിട്ടുണ്ട്. പ്രവാസി ഡിവിഡൻഡ് പദ്ധതിയിലൂടെ 330 കോടി രൂപയും സമാഹരിച്ചു. അങ്ങനെ പ്രവാസി സമൂഹത്തിന് വേണ്ടി സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന ചാരിതാർത്ഥ്യമാണ് LDF ഉള്ളത്. ഇതാണ് ആമുഖമായി പറയാനുള്ളത്. കോൺഗ്രസിന്റെ ഹരിയാനയിലെ സീറ്റ് ദേശീയ തലത്തിൽ വേണുഗോപാലിനെ PA അഭിഷേകത്തിൽ മാറ്റിയുള്ള വാർത്തകൾ ഇതൊക്കെ വല്ലാത്തൊരു അപജയം എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളതിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഹരിയാനയിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണം അതീവ ഗൗരവമുള്ളതാണ്. അദ്ദേഹം അത് നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി ടിക്കറ്റ് ലഭിക്കാൻ ഇടനിലക്കാരുടെ വഴി കോടികൾ ആവശ്യപ്പെട്ടിരുന്നു. കോൺഗ്രസിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളെയും അവരുടെ വലയത്തിലുള്ള ആളുകളുടെയും പേരുകളാണ് ആരോപണങ്ങളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം സാധാരണഗതിയിൽ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ലഭിക്കേണ്ട ഒരു സ്ഥാനമാണ്. പക്ഷേ പണം കൊണ്ട് വാങ്ങാവുന്ന അവസ്ഥയിലേക്ക് മാറിയോ എന്ന് സംശയിക്കാവുന്ന നിലയിലാണ് കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഇവിടെ സ്വാഭാവികമായും ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്, ഇതൊരു ഗുരുതരമായ ആരോപണമാണ്. ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും കോൺഗ്രസ് നേതൃത്വം ഇതുവരെ വ്യക്തമായ പ്രതികരണം നടത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇത് വ്യാജമായ ആരോപണമാണെങ്കിൽ അത് ഉടനെ നിഷേധിക്കാനും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാൻ. അതോടൊപ്പം തന്നെ രണ്ടാമത് വരുന്നത്, പാർട്ടിയുടെ ഏറ്റവും നിർണായകമായ
തീരുമാനങ്ങൾ എടുക്കാൻ ഉതകുന്ന, അത് കൈകാര്യം ചെയ്യുന്ന തലങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയർത്തുന്നത്. അങ്ങനെ വരുമ്പോൾ പാർട്ടി എന്ന നിലക്ക് അവരുടേതായ ഒരു ആഭ്യന്തര അന്വേഷണമെങ്കിലും ഇക്കാര്യത്തിൽ നടക്കേണ്ടതല്ലേ? എന്താണ് അതിന് തയ്യാറാകാത്തത്? അത് ആ പാർട്ടിയുടെ പ്രശ്നമാണെങ്കിലും അവരുടെ ആഭ്യന്തര സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന ഒന്നായിട്ടല്ലേ മാറുന്നത്? മൂന്നാമത്തത്, സ്ഥാനാർത്ഥിത്വം പോലും സാമ്പത്തിക ശേഷി നോക്കി വിതരണം ചെയ്യുന്ന രീതിയാണെങ്കിൽ ജനാധിപത്യത്തിലെ സമത്വവും ആശയാധിഷ്ഠിത രാഷ്ട്രീയവും എവിടെ നിൽക്കും? സാധാരണ പ്രവർത്തകരുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ തകർക്കപ്പെടേണ്ടതാണോ? ഇതിൻ്റെ കൂടെ തന്നെ ചോദിക്കാനുള്ളത്, മറ്റുള്ളവരെ അഴിമതിയുടെ പേരിൽ, അത് വ്യാജമായടക്കം അഴിമതി ആരോപണം ഉന്നയിച്ച് നിരന്തരം വിമർശിക്കുന്നൊരു പാർട്ടി സ്വന്തം പാർട്ടിക്കുള്ളിലെ ഇത്തരം ആരോപണങ്ങളെക്കുറിച്ച് മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരുതരം രാഷ്ട്രീയ ഏർത്തത്താപ്പല്ലേ? ഈ ഒറ്റ സംഭവത്തിൻ്റെ പേരിൽ മാത്രമല്ലല്ലോ, ഇത് രാഷ്ട്രീയത്തിൻ്റെ വിശ്വാസ്യതയും നൈതികതയും പരിശോധിക്കുന്ന വിഷയമല്ലേ? അപ്പോൾ വളരെ ലളിതമായ ചോദ്യങ്ങൾ സ്വാഭാവികമായും ഈ തരത്തിൽ ജനങ്ങൾ ചോദിക്കുമല്ലോ. പാർട്ടി ടിക്കറ്റ് ആശയങ്ങൾക്കും പ്രവർത്തനത്തിനുമാണോ, അല്ല പണത്തിനാണോ? അത് വ്യക്തമായ മറുപടി പറയേണ്ടത് ആ പാർട്ടിയുടെ നേതൃത്വമാണല്ലോ. നല്ല വ്യക്തവും വിശ്വസനീയമായ മറുപടി പറയാൻ ആ പാർട്ടി നേതൃത്വത്തിന് കഴിയും. അത് കഴിയാത്തത് കൊണ്ടല്ലേ മൗനം പാലിക്കുന്നത്. ആ മൗനം ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാമുള്ള ഏറ്റവും വലിയ തെളിവായിട്ടല്ലേ വ്യാഖ്യാനിക്കപ്പെടുക? ഈ തെരഞ്ഞെടുപ്പിന് ഇനി 10 ദിവസമാണ് ശേഷിക്കുന്നത്. അപ്പം UDF ഉയർത്തുന്ന ഒരു പ്രധാന ആക്ഷേപം, ഒരേ സമയം ഇടത് LDF RSSുമായും മറുഭാഗത്ത് SDP-യുമായിട്ട് യോജിച്ച് പോകുന്നു എന്നാണ്. ഇത് UDFന് പറയേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ്. അതായത് നുണയെ ആശ്രയിക്കുകയാണ്, വസ്തുതകളെയല്ല. ഇവിടെ എല്ലാ ഘട്ടത്തിലും വർഗീയതയുമായി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചിട്ടുള്ളത് LDF ആണ് എന്നത് എല്ലാവർക്കും വ്യക്തതയുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിൽ LDFന് നല്ല ജനസ്വീകാര്യതയാണ് വരുന്നത്. അതിപ്പോൾ ഉണ്ടായതല്ല, നേരത്തെ തന്നെ ഉള്ളതാണ്. അതുകൊണ്ടാണ് 2021 LDFന് കേരളത്തിൻ്റെ ചരിത്രം തിരുത്തി ജനങ്ങൾ തുടർഭരണം സമ്മാനിച്ചു. ആ തുടർഭരണം വലിയ തോതിൽ ഞെട്ടലുണ്ടാക്കി കോൺഗ്രസിനും UDF. ഈ തുടർഭരണം ഞങ്ങൾക്ക് ലഭിച്ചത്
ഏതെങ്കിലും തരത്തിലുള്ള ഗിമ്മിക്കൊണ്ടല്ല, നല്ല ആത്മാർത്ഥയോടെ കാര്യക്ഷമതയോടെ നാടിനും ജനങ്ങൾക്കും വേണ്ടി ഗവൺമെന്റ് നിലകൊണ്ടു എന്ന ബോധ്യത്തിരുന്നാണ്. അതിൻ്റെ ഭാഗമായി നാട് വികസിച്ചു, ജനങ്ങളുടെ നിത്യജീവിതത്തിൽ മാറ്റമുണ്ടായി. ആ കാരണത്താലെയാണല്ലോ കേരളത്തിന് മാറി മാറി ഭരണമല്ല നല്ലത്, തുടർ ഭരണമാണ് തീരുമാനിച്ചത്. തുടർ ഭരണം വന്നതിന് ശേഷം കേരളം ഏതെങ്കിലും രംഗത്ത് പുറകോട്ട് പോയത്? എല്ലാ രംഗത്തും മെച്ചമല്ലേ? നമ്മുടെ നാട് അതിദാരിദ്ര്യമുക്തമായതോടെ ലോകം തന്നെ കേരളത്തെ ശ്രദ്ധിക്കുകയല്ലേ? കേരളത്തിൻ്റെ ഓരോ രംഗവും, വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, എല്ലാ രംഗങ്ങളും അഭിവൃദ്ധിയിലേക്ക് കുതിക്കുകയല്ലേ? കേരളത്തിൻ്റെ പൊതുവായ സാമ്പത്തിക നില നല്ല രീതിയിൽ മെച്ചപ്പെട്ടിരിക്കുകയല്ലേ? തനത് നികുതി വരുമാനം, തനത് നികുതിയേതര വരുമാനം വലിയ തോതിൽ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞല്ലോ. മൊത്തം ആഭ്യന്തര ഉൽപാദനം ഇക്കാണല്ലേ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാജ്യത്തെ വികസിച്ചു വരുന്ന സംസ്ഥാനങ്ങളിൽ നല്ല രീതിയിൽ പരിഗണിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമായി കേരളം നിൽക്കുകയില്ലേ? ഇതെല്ലാം LDFന്റെ നേട്ടമാണല്ലോ. ഇതൊന്നും ജനങ്ങൾ അറിയരുത്, കാണരുത്, അതിനെക്കുറിച്ച് ആലോചിക്കരുത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി ദുരാരോപണം ഉന്നയിച്ച് ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അങ്ങനെ ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന വ്യാമോഹം വേണ്ടതില്ല. ഇവിടെ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതാനും വോട്ടിനു വേണ്ടി അവസരവാദ നിലപാട് ഞങ്ങൾ സ്വീകരിക്കാറില്ല. എപ്പോഴും തത്വാധിഷ്ഠിതമായ നിലപാടാണ്. വർഗീയതയെ ഞങ്ങൾ എതിർക്കുന്നത് അത് നാടിനാപത്താണ് എന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ കേരളം ഈ കഴിഞ്ഞ 10 വർഷം വർഗീയ കലാപമില്ല, വർഗീയ സംഘർഷമില്ല. എന്താ കാരണം? LDF ഭരണത്തിലായതുകൊണ്ടല്ലേ. LDFന് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമുണ്ട് എന്നുള്ളതുകൊണ്ടല്ലേ. UDFന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ കഴിയുമോ? കേരളത്തിൽ ഏതെല്ലാം തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇവിടെ ഈ 10 വർഷം ഒരു വർഗീയ ശക്തിയെയും ചാരി നിൽക്കുന്ന അനുഭവമില്ല. എല്ലാ വർഗീയതയെയും ശക്തമായി എതിർക്കുക, വർഗീയ സംഘർഷത്തിന് പുറപ്പെട്ടാൽ കർക്കശമായ നടപടി അതിനെതിരെ എടുക്കുക, ഇതല്ലേ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഇന്നത്തെ അവസ്ഥയിൽ ആരും കൊതിക്കുന്ന ജീവിക്കാൻ പറ്റിയ സ്ഥലമായി കേരളം മാറിയില്ലേ? ഇതുപോലെ ശാന്തിയും സമാധാനവും ജീവിത ഭദ്രതയുമുള്ള സ്ഥലം വേറെ എത്രയുണ്ട്? അതല്ലേ LDFന്റെ മാറ്റം, LDFന്റെ നേട്ടം. അപ്പോൾ ഈ കാര്യങ്ങൾ ജനങ്ങൾ നേരിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മറ്റു തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുക, അതൊന്നും ജനബോധ്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും നേടിക്കളയാമെന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. ജനങ്ങൾ ശരിയായ ധാരണയോടെ തന്നെ ഇതിനെയൊക്കെ നേരിട്ട് തന്നെ ചെയ്യും, വിലയിരുത്തുകയും. അതുപോലെ തന്നെ RSSനെയും പോലെ എതിർക്കപ്പെടുന്ന പ്രസ്ഥാനമാണ് SDPI. അവരുടെ വോട്ട് വേണ്ട എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. നിങ്ങൾ കാണേണ്ടത് ഏത് വർഗീയതയോടും ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. എല്ലാ വർഗീയതയോടും ഒരേ നിലപാടാണ്.
എല്ലാ വർഗീയ ശക്തികളോടും ഒരേ നിലപാടാണ്. അത് കൃത്യമായി തിരിച്ചറിയണം. 45 സീറ്റിൽ SDPI സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ 36 ആ മണ്ഡലങ്ങളിൽ ചിലയിടങ്ങളിൽ SDPI ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമെന്നാണ് കേൾക്കുന്നത്. ആ വോട്ട് വേണ്ട, അവരുടെ ആ കേൾക്കുന്നത് വെച്ചിട്ട് അവരോട് പോയി ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ മനസ്സിലാവില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു വർഗീയതയുമായി ബന്ധമില്ല. ഞങ്ങൾ എല്ലാ വർഗീയതയും ഒരേപോലെ കാണുക, എല്ലാ വർഗീയതയും ഒരേപോലെ എതിർക്കുക. പിന്നെ ഏതെങ്കിലും ശക്തികളോട് ചോദിക്കാറുണ്ടെങ്കിൽ അവരോട് പോയി ചോദിച്ചോളി. വോട്ട് വേണ്ട എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, എല്ലായിടെയും അത് കാണുന്നുണ്ട്, എല്ലായിടെയും കേൾക്കുന്നുണ്ട്. അല്ലാതെ മങ്കടയിലെ LDF സ്ഥാനാർത്ഥി SDPI കാരനാണെന്നാണോ പറയുന്നത്? സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയല്ലേ? സ്ഥാനാർത്ഥിയോട് നിങ്ങളെന്ത് ചോദിച്ചു എന്ന് എനിക്ക് പറയാവൂ. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട. അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലേ മറുപടി ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടാണ് അറിയേണ്ടതെങ്കിൽ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. എല്ലാ വർഗീയതയോടും ഒരേ നിലപാടാണ്, എല്ലാ വർഗീയ ശക്തികളോടും ഒരേ നിലപാടാണ്. രാജ്യത്ത് ഭൂരിപക്ഷ വർഗീയതയുണ്ട്, ന്യൂനപക്ഷ വർഗീയതയുണ്ട്. ഈ വർഗീയതയോടെല്ലാം ശക്തമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഓ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വിഷമം കൊണ്ട് നടക്കി. വോട്ട് വേണ്ട എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്നലെ CPIയുടെ വിനോദ് വിശ്വം പറഞ്ഞത് വർഗീയ ശക്തികളോട് ഞങ്ങൾ കൂട്ടുകൂടില്ല. രണ്ട് അഭിപ്രായം പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്നുണ്ട്. ഞാനിപ്പോ പറഞ്ഞെന്താ? CM ഇങ്ങനെ പറയുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടേതായ ധാരണകളുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ചോദ്യം. നിങ്ങൾക്ക് വേണ്ടത് ഈ UDF പ്രചരിപ്പിക്കുന്നത് പോലെ ഞങ്ങൾ ഏതെങ്കിലും കൂട്ടറുമായിട്ട് ബന്ധപ്പെടുന്നു സ്ഥാപിക്കലാണ്. ഞങ്ങളെ അതിന് കിട്ടില്ല. ഞങ്ങൾ ഇന്ന് സ്വീകരിക്കുന്ന നിലയല്ല, എത്രയോ കാലമായിട്ട് സ്വീകരിക്കുന്ന നിലയാണ്. എത്രയോ കാലമായി വർഗീയതയോട് ഉറച്ച നിലപാടാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു ചാഞ്ചാട്ടവും ഞങ്ങൾക്ക് അനുഭവപ്പെടാറില്ല. എന്നാൽ അതാണോ കോൺഗ്രസ്? അതാണോ UDF? ഏതെല്ലാം കാലം കടന്നു വന്നിരിക്കുന്നു. ഇനി ആ ചരിത്രമൊക്കെ ഞാൻ കാണണോ? എല്ലാ പത്രസമ്മേളനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഞാൻ. പണ്ട് EMSന്റെ മത്സരം തൊട്ട് തുടങ്ങാലോ. പിന്നെ AKGയുടെ മത്സരത്തിൽ കാണിച്ചില്ലേ? പിന്നെ കോലി ബി സഖ്യം വന്നില്ലേ? പിന്നെ സീറ്റ് തന്നെ അക്കൗണ്ട് തുടങ്ങാനുള്ള സൗകര്യം ഉണ്ടായി കൊടുത്തില്ലേ BJPക്ക്? എല്ലാം ആരായിരുന്നു? അതെല്ലാം കോൺഗ്രസ് ചെയ്തല്ലേ ഇവിടെ. അവരെ നിങ്ങൾക്ക് പവിത്രീകരിക്കണം. ഒരു ശുദ്ധന്മാര്, വർഗീയതയെ തീണ്ടാത്തവര് എന്ന് സ്ഥാപിക്കണം. എന്നിട്ട് എല്ലാ കാലത്തും വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന LDFനെ മോശമായി ചിത്രീകരിക്കണം. അതാണ് നിങ്ങളുടെ ആവശ്യമാണ്. എന്ത് ചെയ്യാനാണ്? നാട്ടുകാരെന്ന് വിശ്വസിക്കണ്ടേ? ജനങ്ങളുടെ അനുഭവത്തിലല്ലേ കാര്യങ്ങൾ വിലയിരുത്തുക. സർക്കാരിന്റെ അനക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത് മാത്രമല്ല, ഭരണവിരുദ്ധ വികാരമില്ല എന്ന് CPI നേതാക്കന്മാരെ പരിസ്ഥിതി പറയുന്നു. അതുകൊണ്ടുകൂടിയാണ് അങ്ങനത്തെ ഒരു ചോദ്യമൊക്കെ വരുന്നത്. അവരുടെ ഒരു പിന്തുണ LDFിനുണ്ടോ? അതൊക്കെ നിങ്ങൾ അവരോട് പോയി ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ കിട്ടില്ല. ഭരണവിരുദ്ധ വികാരം എവിടെയുള്ളത്? നിങ്ങൾക്കുണ്ടോ ഭരണവിരുദ്ധ വികാരം? ഏത് കാര്യത്തിലാ? അത് പറയണോ? കേരളത്തിൽ 10 വർഷം ഭരിച്ചൊരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഇന്ന കാര്യങ്ങളിൽ പരാജയപ്പെട്ടിരിക്കുന്നു, ഇന്ന കാര്യങ്ങളിൽ വിരുദ്ധ വികാരമുണ്ട് എന്ന് പറയും. അതിനല്ലേ ഞാൻ പത്രസമ്മേളനം നടന്നത്. അത്തരം ഏതെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാകുന്നുണ്ട്. അതൊന്നും ചർച്ച ചെയ്യരുതേ എന്നല്ലേ ഈ പറയുന്ന ആൾക്കാർ ആഗ്രഹിക്കുന്നു, ഇവർ ചിന്തിക്കുന്നു. അത് ചർച്ച ചെയ്ത് പോയാൽ ജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമല്ലോ. അതല്ലേ വസ്തുത. മറ്റൊരു കാര്യം, UDF പ്രധാനമായിട്ടൊരു ക്യാമ്പയിൻ മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ കൂടിയാണ്. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം ശരിയല്ല, ആളുകളോട് നടത്തുന്ന സമീപനം ശരിയല്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് അത് നിങ്ങൾ വിലയിരുത്തിയാൽ മതി, ഞാൻ പറയേണ്ടതല്ല. എന്റെ പെരുമാറ്റം നന്നായി പോയേ എന്ന് പറഞ്ഞ് നാട്ടിൽ നടക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ ഇന്നലെ ഒന്ന് പ്രവർത്തനം നടത്തിയ ആളല്ലാതെ. നിങ്ങൾ വിലയിരുത്തിയാൽ മതി. പ്രധാന വിഷയം അത് തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. ആയിക്കോട്ടെ, നിങ്ങൾ വിലയിരുത്തിക്കും. കഴിഞ്ഞ തവണ 2021 നിലമ്പൂരിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ബേപ്പൂരിൽ UDF സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് മരുമോനിസം എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മരുമാൻ എന്ന രീതിയിൽ മുഹമ്മദ് റിയാസ് അമിതാധികാരം പാർട്ടിയും സർക്കാരിനും കാണിക്കുന്ന അഭിപ്രായം. അതുകൊണ്ടാണോ അയാൾ പോകേണ്ടി വന്നത്? അതാണ് അദ്ദേഹം കാരണം. അത് ചോദിക്കണം, അയാളോട് കൂടി ചോദിക്കണം. അതാണ് കാരണം പറയുന്നത്.
നിങ്ങളുണ്ടല്ലോ എന്ത് കാര്യവും പറയാനുള്ള നാക്ക്, ഈ എല്ലില്ലാത്ത നാക്കുണ്ടല്ലോ, അതിന് പറ്റുന്ന ഒരാളാണ് അയാൾ. അത് അതേ രീതിയിൽ കേട്ടുകൊണ്ട് വർത്താനം പറയാൻ നിൽക്കണ്ട. അതൊരു നല്ല ഗുണമല്ല. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് എന്തെങ്കിലും കേട്ട് അത് മുഴുവൻ സ്വീകരിച്ച് അതേപോലെ വളപ്പെട്ടവരല്ല. അതിന് അല്പം ബുദ്ധി ഉപയോഗിക്കണം. നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അത്. ലേശം ഉപയോഗിക്കുന്നത് നല്ലതാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നുള്ളത് എന്നിട്ട് സ്വയം ബോധ്യത്തിന്റെ ഭാഗമായി ചോദിക്കണം. അല്ലെങ്കിൽ അൻവറിന് വന്നിരുന്ന് ചോദിച്ചാൽ പോലെ. അൻവറിന്റെ പ്രതിപുരുഷനായിട്ട് വന്ന് ചോദിക്കേണ്ട കാര്യമുള്ളൂ. ഇയാൾക്ക് വേറെ എന്തോ സൂക്കേടാണ് കേട്ടോ. ഇനി അത് ഞാൻ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ എന്തോ അജണ്ടയും കൊണ്ട് വന്നിരിക്കുകയാണ്. ഏതോ ഒരു ഞാൻ സാധാരണ അങ്ങനെ ചോദിക്കില്ല, പക്ഷെ എന്തോ പ്രത്യേക അജണ്ടയായിട്ട് വന്നാണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഈ പത്രസമ്മേളനം തന്നെ അലങ്കോലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒരു രീതിയിലല്ല വേണ്ടത്. SDP യെ കുറിച്ച് ഞാനാണോ മറുപടി പറയേണ്ടത്? SDP കാരോട് നിങ്ങൾ പോയി ചോദിക്കണോ? അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം.